ഹമാസിനും ഗാസ ജനതയ്ക്കും കടുത്ത ഭീഷണിയുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിലുള്ള മുഴുവൻ ഇസ്രയേലി ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അത്തരത്തിൽ ചെയ്തില്ലെങ്കിൽ ഒന്നിനെയും ബാക്കി വെച്ചേക്കില്ല എന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. അവസാന മുന്നറിയിപ്പെന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ ട്രംപ് തന്റെ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹമാസുമായുള്ള US നേരിട്ട് ചർച്ച നടത്തിയെന്ന സ്ഥിരീകരണം വന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇത്തരത്തിലെ മുന്നറിയിപ്പ് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ട്രംപ് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിന്റെ സന്ദേശം തുടങ്ങുന്നത് ഷാലോം ഹമാസ് എന്നാണ്, അതായത് ഹലോ ഗുഡ് ബൈ എന്നാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം, ഉടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ, പിന്നീടല്ല. നിങ്ങൾ കൊലപ്പെടുത്തിയ മുഴുവൻ ആളുകളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകണം. രോഗികളും വൈകൃതമുള്ളവരുമാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത്. നിങ്ങൾ അത്തരക്കാരാണ്. നിങ്ങളുടെ പണി തീർക്കാൻ ഇസ്രയേലിന് ആവശ്യമായതെല്ലാം ഞാൻ അയക്കും. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു ഹമാസ് അംഗം പോലും സുരക്ഷിതരല്ല എന്നും, നിങ്ങൾ ജീവിതം നശിപ്പിച്ച് തൊട്ടു മുൻപുള്ള ബന്ദികളെ ഞാൻ കണ്ടിരുന്നു. ഇത് നിങ്ങൾക്കുള്ള അവസാന താക്കീതാണ്, നിങ്ങളുടെ നേതാക്കൾക്കുള്ള അവസാന താക്കീത്. ഇത് നിങ്ങൾക്ക് ഗാസ വിടാനുള്ള സമയമാണ്. ഒരു അവസരം കൂടി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഗാസ ജനതയോട് എനിക്ക് പറയാനുള്ളതാണിതെന്നും ട്രംപ് പറയുന്നുണ്ട്. ബന്ദികളെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ മനോഹരമായ ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നും, നിങ്ങൾ ബന്ദികളെ വിട്ടയക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അന്ത്യമായെന്ന് ഉറപ്പിച്ചോളൂ എന്നും ഭീഷണിയിലുണ്ട്. ഒരു നല്ല തീരുമാനം കൈക്കൊള്ളുന്നുവെന്നും, ബന്ദികളെ ഇപ്പോൾ തന്നെ വിട്ടയക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ് എന്നുമാണ് ട്രംപ് ട്രൂത്തിൽ പറയുന്നത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നാനാഭാഗത്തു നിന്ന് സജീവമായി തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ അതിരൂക്ഷ സന്ദേശം. ബദൽ ഗസ പദ്ധതി സംബന്ധിച്ച് അറബ് രാജ്യങ്ങളും അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. പലസ്തീനികളെ പുറന്തള്ളാതെ 5 വർഷം കൊണ്ട് $5300 കോടി ചെലവില് ഗാസ പുനർനിർമ്മാണം ലക്ഷ്യമിടുന്നതായിരുന്നു പദ്ധതി. ഇതിന് US പിന്തുണ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് അറബ് ലീഗിന്റെ പ്രതീക്ഷ. അടുത്ത ദിവസം മേഖല സന്ദർശിക്കുന്ന US പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന് മുന്നിലെ അറബ് നേതാക്കൾ പദ്ധതി വിശദീകരിക്കുമെന്നായിരുന്നു സൂചന. മാത്രമല്ല, ഹമാസ് പ്രതിനിധികളുമായി USഉം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ദോഹയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ കാര്യവും വൈറ്റ് ഹൗസ് തന്നെയാണ് സ്ഥിരീകരിച്ചത്. ഇരുപക്ഷവും തമ്മിൽ ചർച്ചയും കൂടിയാലോചനയും തുടരുന്നതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കിയിരുന്നു. ദോഹയിൽ ഹമാസുമായി നടന്ന ചർച്ചകൾ ഇസ്രയേലിന് അറിവുള്ളതാണെന്നും അവര് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 1997 മുതൽ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഹമാസുമായി ഇതാദ്യമായാണ് US നേരിട്ട് ചർച്ച നടത്തുന്നത്. ഹമാസ് പിടിയിലുള്ള US ബന്ദി ഇദാൻ അലക്സാണ്ടറിന്റെ മോചനത്തിനും കൊല്ലപ്പെട്ട 4 പേരുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിനുമായിരുന്നു ഇത്തരത്തിലൊരു ചർച്ച. അതേസമയം അമേരിക്കയുടെ നീക്കം തങ്ങളുടെ താൽപര്യങ്ങളെ ബാധിക്കില്ലെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവശേഷിച്ച മുഴുവൻ ബന്ദികളുടെയും മോചനം ഉറപ്പാക്കുന്നതിന് പകരം US പൗരനെ മാത്രം വിട്ടുകിട്ടാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇസ്രയേൽ ബന്ദികളുടെ ബന്ധുക്കളും പ്രതികരിച്ചിരുന്നു. അതിനിടെ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഗാസയിലെ മാനുഷിക ദുരന്തം കൂടുതൽ സങ്കീർണമാക്കുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് UNICEF ഉൾപ്പെടെയുള്ള സംഘടനകൾ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഗാസയിൽ ഈ തകർന്ന പ്രദേശത്ത് യുദ്ധം തിരിച്ചു വരുന്ന ആശങ്ക ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട്. ഇത് പലസ്തീനികളുടെ അഗാധമായ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുകയും ഹമാസ് തടവിൽ വെച്ചിരിക്കുന്ന ശേഷിക്കുന്ന ബന്ദികളുടെ ജീവന് ഭീഷണിയാകുകയും ചെയ്യുന്നതാണ്. ഈയിടയ്ക്ക് കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ കരാറുണ്ടെന്ന് അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രയേൽ പറയുന്നുണ്ട്. ഹമാസ് ഈ പുതിയ പതിപ്പ് അംഗീകരിക്കുന്നതുവരെ ഗാസയ്ക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം സുപ്രധാന മാനുഷിക സഹായങ്ങളുമായി 600 ട്രക്കുകൾ ദിവസവും ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും മാനുഷിക നേതാക്കളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഗാസ പുനർനിർമ്മാണം സംബന്ധിച്ച് നടന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കെയ്റോയിലെത്തിയ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് സഹായം ഉടനടി പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ശത്രുതയിലേക്ക് മടങ്ങുന്നത് തടയാൻ എല്ലാ കക്ഷികളും എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. 16 മാസത്തിനിപ്പുറം ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ പല വിധത്തിൽ കൊല്ലപ്പെട്ട ഒരു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഇത്രയും കാലം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇപ്പോൾ പറയുന്നത് ഗാസയെ സമ്പൂർണമായി സൈനിക വിമുക്തമാക്കണം, ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാണ്. ഇത് തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി.
എന്തായാലും ഈജിപ്തിൽ നടന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പലസ്തീനുള്ള ഐക്യദാർഢ്യമാണ് കാണാൻ കഴിയുക. ഹമാസിന്റെ ആളുകളെ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. പലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിലുള്ള അവകാശങ്ങൾ നൽകുന്നു. അതിൽ ആശയക്കുഴപ്പമുള്ളത് ഹമാസ് ഭരിക്കുമോ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ പലസ്തീന് സ്വാതന്ത്ര്യം അങ്ങനെ തന്നെ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഹമാസ് തൊടുത്തുവിട്ട ആശയമാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പരാജയപ്പെട്ട ലോകരാജ്യ ശക്തികളെയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ ഗാസയിലെ വെടിനിർത്തലിന്റെ 2ാം ഘട്ട പരീക്ഷണം ഇപ്പോഴും സംശയത്തിലായിരുന്നു. ഇപ്പോൾ ഇത് ആരംഭിക്കാൻ ഉദ്ദേശിച്ച നിമിഷത്തിൽ തന്നെ നിലച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.